തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീസൺ ആയപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെല്ലാരും കർശനമായി പാലിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതായത് കോൺഗ്രസ് ഓഫീസിന് സമീപം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വല്ല ഹെൽമെറ്റോ പടച്ചട്ടിയോ ധരിക്കുന്നതായിരിക്കും ഉത്തമം. അല്ലാച്ച കണ്ണ്, മൂക്ക്, ചെവി, തല എന്തിട്ടാ പോവാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവിടെയുള്ള എല്ലാ നേതാക്കന്മാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി നിർണയം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എം ലിജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് സ്ഥാനാർത്ഥി നിർണയം വളരെ ശുഭകരമായി പൂർത്തിയാക്കിയിത്രേ. അത് കണ്ടിട്ട് പ്രവർത്തകരൊക്കെ ആനന്ദ ദുന്ദുഭിയാടായിരുന്നു. സീറ്റിന് വേണ്ടി കോളറിന് കുത്തിപ്പിടിക്കുക, മൂക്കിനിട്ടിടിക്കുക, ചവിട്ടുക, അതൊക്കെയാണ് ഇപ്പൊ കോൺഗ്രസ് നേതാക്കളുടെ ഹോബി. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇതൊന്നും കാണില്ലെന്നുണ്ടോ? അടിയുടെ പ്രശ്നം ഞാൻ ആളെ അറിയില്ല. ഇല്ല, ഞാൻ അയാളെ അറിയില്ല. മുമ്പേ ഇങ്ങനെയാ വഴി കൂടെ പോണ ആരൊക്കെയോ DCC ഓഫീസിൽ കയറിട്ട് അടി ഉണ്ടാക്കുന്നേ. കഷ്ടം തന്നെ മൈലാളി, കഷ്ടം തന്നെ. മാങ്ങയുള്ള മരത്തിനെ ജനം കല്ലെറിയും. ഞാൻ അങ്ങനെ അതിനെ കണക്കൂട്ടുന്നുണ്ട്. അതത്രേ ഉള്ളൂ. പിന്നെ തൃശ്ശൂരുള്ള വേറൊരു മാങ്ങയുള്ള മരത്തിലും കല്ലേറ് നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അവിടെ DCC പ്രസിഡന്റിനെ തടഞ്ഞു വെച്ചിരിക്കുക. വേറൊന്നുമില്ല, പ്രാദേശികമായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക നിങ്ങൾ ഒരാളോ തിരുത്തഞ്ഞു വെച്ചിട്ട് ചെറുതായിട്ട് ഒരു പ്രതിഷേധം അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാണ്. സീറ്റിന് വേണ്ടിയിട്ടുള്ള ഈ അടിയും ബഹളത്തിനും ഒരു തർക്കവും വേണ്ട. പാർട്ടി കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. അത്രേ എല്ലാ കാര്യവും പാർട്ടി അന്വേഷിക്കും. തൃശ്ശൂരിലെ കാര്യം പാർട്ടി നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡത്തെ ചവിട്ടും കുത്തും പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ കോഴിക്കോടത്തെ കാര്യോ അല്ല സ്ഥാനാർത്ഥിയാക്കാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഒരു പാവത്തിന് സ്ഥാനാർത്ഥി കുപ്പായൊക്കെ ഇട്ട് പ്രചാരണത്തിന് ഇറക്കിയില്ലേ? സ്വന്തമായിട്ട് വോട്ട് പോലും ഇല്ലാതറിയാത്ത ഒരു നിഷ്കുനെ. എന്തെങ്കിലും സൂക്ഷ്മതക്കുറവുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം പരിശോധിച്ചു വരുന്നുണ്ട്. അപ്പൊ അതും പരിശോധിക്കുന്നുണ്ട്. എല്ലാം പാർട്ടി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ല, നിങ്ങളുടെ സർപ്രൈസ് എന്തായി? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അങ്ങനെയല്ലേ എപ്പോഴും പറയാറ്? ഞെട്ടിക്കണില്ലേ? സംവിധായകൻ BM വിരുവിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയിരുന്നു. പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നതുകൊണ്ടും ആ സാങ്കേതിക അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കില്ല. ആ ഡിവിഷനിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ബൈജു കാളക്കണ്ടിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നു. അവസരത്തിൽ വേഷങ്ങൾ ജന്മങ്ങൾ എന്ന ഗാനം കോഴിക്കോട് നിന്ന് ആവശ്യപ്പെടുന്നു അതേ ചിത്രത്തിന്റെ സംവിധായകൻ VM വിനു. ഇതൊന്നും പോരാഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പേയ്മെന്റ് സീറ്റ് വാഗ്ദാനം ചെയ്തവർ എന്ന ക്രെഡിറ്റും കോൺഗ്രസിന് സ്വന്തം. ഒന്നുമില്ല, കാശുണ്ടെങ്കിൽ സീറ്റ് തരാം, അതാണ് പോളിസി. നമ്മൾ പറഞ്ഞു നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യമുണ്ടാക്കുന്നവർ. ആ അനൈക്യമുണ്ടാക്കുന്നത് നിർത്തിയാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും. ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും. അങ്ങനെ സീറ്റിന് വേണ്ടിയുള്ള കോൺഗ്രസിനകത്തെ കയ്യാങ്കളി പല രൂപത്തിലും പല ഭാവത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മേ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും മൂക്കിനിട്ടാണ് ഇടിയുന്നുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെയുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എന്തായിരിക്കും അവസ്ഥ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.